ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 2024 ഭക്തസഹസ്രങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട യാത്രാ സൗകര്യമൊരുക്കി KSRTC. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. തന്റെ കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിന് ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു എന്നും അതിന്റെ ഓർമ്മ പുതുക്കലാണ് ആറ്റുകാൽ പൊങ്കാലയെന്നുമാണ് വിശ്വാസം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഓരോ വർഷവും പൊങ്കാലയ്ക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളായ ഭക്തകളാണ് KSRTC സർവീസുകളെ ആശ്രയിച്ച് എത്തുന്നത്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞെത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരവരുടെ ദേശങ്ങളിൽ തിരികെ എത്തിക്കുക എന്ന ദൗത്യമാണ് KSRTC ഏറ്റെടുത്തതും വിജയിപ്പിച്ചതും. KSRTC വിവിധ യൂണിറ്റുകളിൽ നിന്നായി 500-ൽ പരം ബസ്സുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ലൈനപ്പ് ചെയ്തിരുന്നതിനാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭക്തജനങ്ങളുടെ മടക്കയാത്ര സുഗമമായി ഒരുക്കുവാൻ കഴിഞ്ഞു. വടക്കൻ ജില്ലകളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും, നെയ്യാറ്റിൻകര, ഊരിട്ടമ്പലം, കാട്ടാക്കട ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിള്ളിപ്പാലം, മരുതൂർക്കടവ് എന്നിവിടങ്ങളിൽ നിന്നും, തിരുവല്ലം, വിഴിഞ്ഞം ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ കമലേശ്വരത്തു നിന്നും, പേരൂർക്കട, നെടുമങ്ങാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിഴക്കേക്കോട്ട നോർത്ത് സ്റ്റാൻഡിൽ നിന്നും, MC റോഡ് വഴി കൊട്ടാരക്കരയ്ക്കും നാഷണൽ ഹൈവേ വഴി കൊല്ലം ഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ, പനവിള, PMG, വഴുതക്കാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ലൈനപ്പ് ചെയ്ത് സർവീസ് നടത്തിയത്. KSRTC ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുൻ നിശ്ചയിച്ച പ്രകാരം യഥാസമയം തന്നെ ബസ്സുകൾ പുറപ്പെട്ടതോടെ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് വെറും 2 മണിക്കൂറിനകം നഗരം തിരക്കൊഴിഞ്ഞ് സാധാരണ നിലയിലായി. തിരക്ക് നിയന്ത്രിച്ച് KSRTC ബസ്സുകളിൽ ഭക്തജനങ്ങളെ കയറ്റിവിടുന്നതിന് പോലീസും ഗതാഗതം നിയന്ത്രിക്കാൻ KSRTC ജീവനക്കാരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചത് ഭക്തർക്ക് യാത്ര സുഗമമാക്കുന്നതിന് ഏറെ സൗകര്യമായി. കൂടാതെ ഏതെങ്കിലും കാരണവശാൽ വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുകയാണെങ്കിൽ അതിവേഗം പരിഹരിച്ച് സർവീസ് തുടരുന്നതിനായി കരമനയിലും ഫോർട്ട് സ്കൂൾ പരിസരത്തുമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി മെക്കാനിക്കൽ വിഭാഗം ടീമിനെയും സജ്ജമാക്കിയിരുന്നു. കുറ്റമറ്റ രീതിയിൽ KSRTC സർവീസ് ഓപ്പറേഷന് സഹായിച്ച ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ, മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ അർപ്പണബോധം പ്രശംസനീയമാണ്. അപകടരഹിതമായും ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെയും ജനലക്ഷങ്ങൾക്കിടയിലൂടെ സുരക്ഷിതമായി സർവീസ് നടത്താൻ സാധിച്ചത് മികച്ച നേട്ടം തന്നെയാണ്. ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും യൂണിറ്റ് അധികാരികൾ, വർക്ക്സ് മാനേജർമാർ, ഡിപ്പോ എഞ്ചിനീയർമാർ, ഇൻസ്പെക്ടർമാർ, വിജിലൻസ് ഇൻസ്പെക്ടർമാർ, സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങി എല്ലാ വിഭാഗം ജീവനക്കാരും ഉദ്യോഗസ്ഥരും തങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചതിലുള്ള പ്രതിഫലനമാണ് 2024 ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള KSRTC സ്പെഷ്യൽ സർവീസുകളുടെ മഹാവിജയം. കൂടാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവരുടെ കരുത്തുറ്റ നേതൃത്വപരമായ മാർഗനിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രമോദ് ശങ്കർ IOFSന്റെ നിർദ്ദേശങ്ങളും സ്പെഷ്യൽ സർവീസിന്റെ വിജയത്തിന് ഏറെ ഗുണകരമായി. കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആത്മനൈവേദ്യം ദേവിക്ക് സമർപ്പിച്ച് സായുജ്യമടങ്ങി സുരക്ഷിതമായി തിരികെ പോകുവാൻ സാധിച്ചു. KSRTC എന്നും ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് സ്വന്തം. സുഖയാത്ര, സുരക്ഷിത യാത്ര.